ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ലളിതമായ വാക്ക്, അത് മറ്റൊന്നുമല്ല, നന്ദി എന്ന മാന്ത്രിക വാക്കാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ്. ഈ ഒറ്റ വാക്ക് നമ്മുടെ ജീവിതം എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന്. നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങൾ എണ്ണി തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല, അല്ലേ? അതുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ച് മനസ്സ് നിറഞ്ഞ് നമുക്ക് നന്ദി പറഞ്ഞു തുടങ്ങാം. ആദ്യമായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. നമ്മൾ അർഹിക്കാത്തത് പോലും നമുക്ക് ലഭിക്കുമ്പോൾ അതിനെയാണല്ലോ നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് പോലും മാപ്പ് തരുന്ന ആ വലിയ സ്നേഹത്തിന് നന്ദി. ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞതിന് നന്ദി. ജീവിതത്തിലെ കുരുക്കുകൾ അഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ആശ്വാസം, അതിന് നന്ദി. ശരിയും തെറ്റും തിരിച്ചറിയാൻ സഹായിക്കുന്ന ആ അറിവിന്, ഈ ജ്ഞാനത്തിന് നന്ദി. നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ച, ഈ ലോകത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കുടുംബത്തിനും നന്ദി പറയാം. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, എല്ലാവരിലേക്കും പ്രസരിപ്പിക്കാൻ കഴിയുന്ന സ്നേഹത്തിന് നന്ദി. മറ്റുള്ളവരിലേക്ക് മധുരമായി സംസാരിക്കാൻ കഴിയുന്ന ആ ദയയ്ക്ക് നന്ദി. അഹങ്കാരമില്ലാതെ തലകുനിച്ച് നിൽക്കാൻ പഠിപ്പിച്ച വിനയത്തിന്, താഴ്മയ്ക്ക് നന്ദി. ഉള്ളിൽ ശാന്തമായി ഇരിക്കാൻ സഹായിക്കുന്ന സമാധാനത്തിന് നന്ദി. നമ്മുടെ ബാങ്ക് ബാലൻസ് മാത്രമല്ല, നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും വളർത്തുന്ന ഐശ്വര്യത്തിന് നന്ദി. നോക്കൂ, എത്ര കാര്യങ്ങളാ. നമ്മൾ ഇപ്പോഴേ നന്ദി പറയുമ്പോൾ ഈ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു വരും. ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരു സൂപ്പർ പവർ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾ സ്വന്താക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അത് കിട്ടുന്നതിന് മുൻപേ നന്ദി പറയുക. എൻ്റെ നല്ല ജോലിയെ ഓർത്ത് നന്ദി. ഞാൻ ആഗ്രഹിച്ച വീട് കിട്ടിയതിന് നന്ദി. ഇങ്ങനെ മുൻകൂട്ടി നന്ദി പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നറിയാവോ? നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഒരു പോസിറ്റീവ് സിഗ്നൽ അയക്കുകയാണ്. ഇത് എൻ്റേതാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോഴേ ലഭിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് മനസ്സ് നിറഞ്ഞ് നന്ദി പറയുക. ഇനി ഇന്നത്തെ ഈ മനോഹരമായ ദിവസത്തിന് നന്ദി പറയാം. നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത് വരെയുള്ള ഓരോ നിമിഷത്തിനും നന്ദി. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പാടുകൾക്ക് നന്ദി പറയുന്നത്? പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്. കഷ്ടപ്പാടുകൾക്ക് നന്ദി പറയണം, കാരണം അവയാണ് നല്ല സമയത്തെ വിലമതിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ പഠിച്ച ഓരോ പാഠങ്ങൾക്കും നന്ദി. ആ തെറ്റുകളില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന വ്യക്തിയാകുമായിരുന്നില്ല, അല്ലേ? നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകാൻ ആ പാഠങ്ങൾ അത്യാവശ്യമായിരുന്നു. ഇനി ഈ ലോകത്തിലെ അത്ഭുതങ്ങൾ കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് നന്ദി. നാളത്തെ സന്തോഷ കാഴ്ചകൾ കാണാൻ ഭാഗ്യം ലഭിക്കുമല്ലോ. നമ്മൾ ശ്രദ്ധിക്കാതെ പോയ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും നന്ദി. ചിലപ്പോൾ ഒരു ചൂട് ചായ, ചിലപ്പോൾ ഒരു നല്ല പാട്ട്, ഒരു നല്ല ഉറക്കം, അതിനെല്ലാം നന്ദി. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഇനി നമ്മളെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ആ തീവ്രമായ ആഗ്രഹത്തിന് നന്ദി. നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാവിൻ്റെ ശക്തിക്ക് നന്ദി. നമ്മളെ തളർത്താതെ താങ്ങി നിർത്തുന്ന ശക്തിക്ക് നന്ദി. ഏറ്റവും കടുപ്പമേറിയ സമയങ്ങളിൽ പോലും മുന്നോട്ടു പോകാൻ നമുക്ക് ധൈര്യം തന്നതിന് നന്ദി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹം തരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നന്ദിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ താക്കോലെന്ന്. ഈ വാക്ക്, ഇത് നിമിഷ നേരം കൊണ്ട് നമ്മുടെ മുഖത്തൊരു ചിരി കൊണ്ടുവരും, മനസ്സിൽ സന്തോഷം നിറയ്ക്കും. നമ്മൾ ജീവിതത്തിൽ ശരിക്കും തേടുന്ന സന്തോഷം, സമാധാനം, സംതൃപ്തി, ഇതെല്ലാം നമുക്ക് തുറന്നു തരുന്ന താക്കോലാണ് നന്ദി. നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. പണം, വീട്, ആരോഗ്യം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവ്, എന്തിനാണ് ഇതൊക്കെ വേണ്ടത്? ശരിക്കും നമ്മൾ എന്താഗ്രഹിക്കുമ്പോഴും അതിൻ്റെ അടിത്തട്ടിൽ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അത് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നല്ല ഫീലിംഗ്, അത് തന്നെയാണ് സന്തോഷവും സംതൃപ്തിയും.
ഇപ്പോൾ തന്നെ നന്ദിയുള്ളവരാണെങ്കിൽ ഈ സന്തോഷം നമുക്ക് ഈ നിമിഷം തന്നെ അനുഭവിക്കാൻ കഴിയും. അതിനാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ എവിടെ ഇരുന്നാണ് ഈ വീഡിയോ കാണുന്നത്? അവിടെ ഇരുന്ന് ഒരല്പം ശാന്തമായിരിക്കുക. ലോകത്തിൻ്റെ എല്ലാ ബഹളങ്ങളും മാറ്റി നിർത്തി ഒരു നിമിഷം മാത്രം എന്തിനൊക്കെ നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുമെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ അടുക്കളയിലെ ഭക്ഷണത്തിന് നന്ദി പറയുക. ഈ ലോകത്തിൽ എത്രയോ പേർ വിശക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിറയുന്ന വായുവിന് നന്ദി പറയുക. നമ്മുടെ ശരീരത്തിലെ ജീവന് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ഇപ്പോൾ നിങ്ങൾക്ക് അവസരമുണ്ട്. അതിന് നന്ദി പറയുക. നാളത്തെ ദിവസം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് വരെ നിങ്ങൾ വിശ്രമിക്കില്ല. ഈ ദൃഢനിശ്ചയത്തിന് നന്ദി പറയുക. കഷ്ടപ്പെട്ട സമയങ്ങളിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ കിട്ടിയ ആ മാനസിക ശക്തിക്ക് നന്ദി പറയുക. നിങ്ങളുടെ കൈകൾക്കും കാലുകൾക്കും നന്ദി പറയുക. നിങ്ങളുടെ കാഴ്ചയ്ക്ക് നന്ദി പറയുക. ഇപ്പോൾ നിങ്ങൾക്കുള്ള ആരോഗ്യത്തിന് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവന്ന ആ വ്യക്തിയെ ഓർത്ത് നന്ദി പറയുക. ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും ഒരാൾക്കൊരു വെളിച്ചമാകാൻ സാധിക്കും. ഒരു ചെറിയ ചിരിയിലൂടെയോ ഒരു നല്ല വാക്കിലൂടെയോ ഒരു സഹായത്തിലൂടെയോ നിങ്ങൾ മറ്റൊരാളുടെ ജീവിതം മാറ്റിയെടുക്കാൻ കഴിയുന്നതിന് നന്ദി പറയുക. ഈ അത്ഭുത ലോകം, ഈ പ്രപഞ്ചം നമുക്ക് അനുഭവിക്കാൻ കിട്ടിയതിന് നന്ദി പറയുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾ ചുറ്റും നോക്കുക. ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്നുണ്ടാകും. നിങ്ങൾ നോക്കിയാൽ തീർച്ചയായും അവ കാണാനും കഴിയും. നന്ദി പറയാൻ നമുക്ക് പരിധിയില്ലാത്തത്ര കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ തുറക്കൂ. നിങ്ങളുടെ സ്വപ്ന ജീവിതം ഇപ്പോൾ തന്നെ നിങ്ങൾക്കായി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു പ്രാർത്ഥനയോടെ ഇത് അവസാനിപ്പിക്കാം. ഈ ദിവസത്തിന് നന്ദി. ഇത് എന്ത് കൊണ്ടുവന്നാലും നന്ദി. ഇതൊരു വെല്ലുവിളിയാണെങ്കിൽ ഞാൻ വളരാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. ഇതൊരു കാത്തിരിപ്പാണെങ്കിൽ എൻ്റെ ക്ഷമ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സന്തോഷമാണെങ്കിൽ ഞാനത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് വന്നാലും ഞാൻ ഓരോ നിമിഷത്തിലും പൂർണ്ണമായ മനസാന്നിധ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ശക്തിക്ക് നന്ദി. എൻ്റെ മനസാന്നിധ്യത്തിന് നന്ദി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ള നല്ല കാര്യങ്ങളെയും നല്ല ആളുകളെയും മാത്രം ആകർഷിക്കാൻ എനിക്ക് കഴിയുന്നതിന് നന്ദി. നന്ദി, നന്ദി, നന്ദി. ഈ ദിവസത്തിന് നന്ദി. ഇതെന്ത് കൊണ്ടുവന്നാലും ശരി. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്